വലിയവനായ ദൈവത്തിൻ്റെ അതിമഹത്വമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അപകടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നാം വിശുദ്ധിയെ തികച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് തീർച്ചയായും ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് കാര്യം നാം എല്ലാ അവസരങ്ങളിലും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മെ കർത്താവ് തൻ്റെ സഭയിൽ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും സഭയുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ലക്ഷ്യത്തോടുകൂടെ ജീവിച്ച് പ്രവർത്തിച്ച് അങ്ങനെ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ട അനേക വിശുദ്ധന്മാരെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മാതൃകയായിട്ട് ജീവിച്ച ഒരു ദൈവദാസൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സഭ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉന്നതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ മാതൃക നമുക്ക് കാണിച്ചു തന്ന ഒരു ദൈവഭക്തനാണ് എപ്പഫ്രാസ് എന്ന കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവസഭയുടെ മുൻപാകെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ എപ്പഫ്രാസിൻ്റെ മാതൃക എന്നുള്ളതാണ്. വിശ്വാസ ജീവിതത്തിൽ എപ്പഫ്രാസിൻ്റെ മാതൃക. എപ്പഫ്രാസിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന മോശെ, ദാവീദ്, പൗലോസ് മുതലായ വളരെ അനേകം പേജുകൾ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യക്തികളെ പോലെ അല്ല. എന്നാൽ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എപ്പഫ്രാസിനെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പെട്ടെന്ന് കടന്നു പോകുന്നു എങ്കിലും ചില വാക്യങ്ങളിൽ തന്നെ അദ്ദേഹത്തെ കാണുവാനും കഴിയുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് 3 വാക്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. കൊലോസ്യർക്ക് ലേഖനം 1:7, 4:12, ഫിലെമോൻ 23 എന്നീ 3 വാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ. അദ്ദേഹത്തെ വിവരിച്ചിരിക്കുന്ന വാക്യങ്ങൾ 6 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൊലോസ്യർക്ക് ലേഖനം 1:7, 8 വാക്യങ്ങൾ, 4:12, 13 വാക്യങ്ങൾ, ഫിലെമോൻ 23, 24 വാക്യങ്ങൾ. ഇങ്ങനെ 6 വാക്യങ്ങൾ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാനും എടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യർക്ക് ലേഖനം അതിൻ്റെ 4:12, 13 വാക്യങ്ങളാണ്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം അതിൻ്റെ 4:12, 13 വാക്യങ്ങളാണ്. ഞാനത് വായിക്കാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവുദിക്യക്കാർക്കും ഹീറപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. നാം ഈ വായിച്ച ഈ വേദഭാഗത്തിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും എപ്പഫ്രാസ് കൊലോസിയയിലുള്ള ഒരു ഭക്തനായിരുന്നു. ഹൂ ഈസ് വൺ അമോങ് യു, നിങ്ങൾ ഒരുത്തനായി എന്ന് പറയുന്നതിൽ നിന്നും കൊലോസിയ സഭയിൽ എഴുതിയ ലേഖനത്തിൽ നിങ്ങളിൽ ഒരുത്തനായി എന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കൊലോസിയക്കാരനായിരുന്നു എപ്പഫ്രാസ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പൗലോസ് എഫെസോസിൽ 3 വർഷം പ്രവർത്തിച്ച് പ്രസംഗിക്കുകയും
പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ അതിൻ്റെ 10 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ 3 വർഷത്തിൻ്റെ പ്രവർത്തന കാലത്ത് അങ്ങനെ കൊലോസിയിൽ നിന്ന് നമ്മുടെ എപ്പഫ്രാസ് അങ്ങനെ എഫെസോസിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നാൾ ആയിരിക്കുകയും അവിടെ വെച്ച് കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അങ്ങനെ കേൾക്കുകയും ചെയ്തു. അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഈ രീതിയിൽ അങ്ങനെ എപ്പഫ്രാസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവവേലയ്ക്ക് വേണ്ടി എപ്പഫ്രാസിനെ വീണ്ടും കൊലോസിയിലേക്ക് പൗലോസ് അയച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. എപ്പഫ്രാസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലുള്ള പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. എങ്കിൽ കൂടുതൽ ആളുകളും എഫേസോസിലുള്ള നമ്മുടെ പൗലോസിൻ്റെ പ്രസംഗം കേട്ട് തന്നെയാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകൾ തന്നെയാണ്. എപ്പഫ്രാസിന് പൗലോസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയുന്ന 2 വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ, കൊലോസ്യർ ലേഖനം 1:7 സഹഭൃത്യൻ എന്ന് പറയുന്നുണ്ട്, ഫെല്ലോ സർവൻറ്റ് സഹഭൃത്യൻ എന്നും, ഫിലേമോൻ 23 സഹബദ്ധൻ എന്നും പറയുന്നുണ്ട്. സഹഭൃത്യൻ എന്ന് പറയുമ്പോൾ പൗലോസിനെ പോലെ സേവിക്കുന്നവൻ, പൗലോസിനെ പോലെ തന്നെ ദൈവത്തെ സേവിക്കുന്നവൻ എന്നും, സഹബദ്ധൻ എന്ന് പറയുമ്പോൾ പൗലോസിനെ പോലെ തടവുകാരനാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. പൗലോസ് താൻ അങ്ങനെ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ പൗലോസിനെ അങ്ങനെ ശുശ്രൂഷിക്കുവാൻ ആവശ്യമുള്ള ആഹാര സാധനങ്ങളൊക്കെ അങ്ങനെ നൽകുന്നതിന് വേണ്ടിയും ഒക്കെ അവിടെ ജയിലിൽ എത്തിയവനാണ് എപ്പഫ്രാസ്. അങ്ങനെ അങ്ങനെ ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ എപ്പഫ്രാസിനെ അവർ അറസ്റ്റ് ചെയ്ത് അവനെയും തടങ്കിൽ ആക്കി എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഫിലേമോനുള്ള ലേഖനം എഴുതുമ്പോഴും കൊലോസ്യർക്കുള്ള ലേഖനം എഴുതുമ്പോഴും ഇവൻ പൗലോസിനോടൊപ്പം വന്ദനം ചെയ്യുന്നതായിട്ട് നാം ഇങ്ങനെ കാണുന്നതിൽ നിന്നും തീർച്ചയായും പൗലോസിനോട് ഒപ്പം കാരാഗ്രഹത്തിൽ അങ്ങനെ എപ്പഫ്രാസും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവൻ്റെ അവസാന കാലത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എപ്പഫ്രാസ് അങ്ങനെ കൊലോസ്യയിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ താൻ കൊലോസ്യ സഭയുടെ 2-ാമത്തെ ബിഷപ്പായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ തീക്ഷ്ണമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ താൻ മുമ്പോട്ട് പോയി. അങ്ങനെ വളരെ ഭയങ്കരമായിരിക്കുന്ന കഷ്ടതകൾ ഇതിൻ്റെ മധ്യത്തിൽ താൻ അനുഭവിച്ചു. അങ്ങനെ അനുഭവിച്ച് അവസാനമായി രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഒരു ചരിത്രമാണ് നമുക്ക് എപ്പഫ്രാസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ നിന്നും 3 കാര്യങ്ങൾ മാതൃകയായിട്ട് സ്വീകരിക്കാനായിട്ട് കഴിയും. 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, അവൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനായി ജീവിച്ചു എന്നാണ്. എ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ കൊലോസ്യർ ലേഖനം 4:12 നമ്മൾ വായിച്ചത്. നിങ്ങൾ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ്. ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ്. ദാസൻ എന്ന് പറഞ്ഞ സർവൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭക്തന്മാരായിരിക്കുന്ന പല ആളുകളും അവർ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുന്ന അവസരങ്ങളിൽ ദാസൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് ഒരു ഉന്നതമായിരിക്കുന്ന പദവിയായിട്ട് തന്നെയാണ് ദൈവഭക്തന്മാർ കണ്ടിരുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1:1 പൗലോസിനെയും തിമോഥെയോസിനെയും ക്രിസ്തു യേശുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 1:2
പൗലോസ് തന്നെ മാത്രമായിട്ട് പരിചയപ്പെടുത്തുന്നതും യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് തന്നെയാണ്. പത്രോസ് തൻ്റെ രണ്ടാമത്തെ ലേഖനം എഴുതുന്ന അവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വന്നാൽ 22-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പുതിയ യെരുശലേമിൽ ആരാധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാസന്മാർ അവനെ ആരാധിക്കും എന്നാണ്. ആ രീതിയിൽ പുതിയ യെരുശലേമിൽ ആരാധിക്കുന്ന ആളുകളെക്കുറിച്ചും ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദാസൻ എന്ന് പറയുന്നത് ഒരു കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. അത് നമ്മൾ ഒരു ഉന്നതമായിരിക്കുന്ന പദവിയായി തന്നെ നാം കാണേണ്ട ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ദാസനായി ജീവിക്കുക എന്നുള്ളതും അങ്ങനെ അറിയപ്പെടുക എന്നുള്ളതും ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ്, ഭാഗ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നതാണ്. ദാസൻ എന്ന് പറയുന്നത് മൂലഭാഷയിൽ ഡൂലോസ് ആണെന്ന് നമുക്ക് ബൈബിൾ ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഡൂലോസ് എന്ന് പറയുന്ന സ്ലേവ് അല്ലെങ്കിൽ ബോണ്ട് സർവൻ്റ്, അടിമ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അടിമ അല്ലെങ്കിൽ ദാസനായി ജീവിക്കുക, അടിമയായി ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ അടിമയായി അടിമയായി ജീവിക്കണം എന്ന് തന്നെയാണ് നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ അടിമയായിട്ടാണ് അവൻ ജീവിച്ചതെന്ന് കാണുവാനായിട്ട് കഴിയും. അടിമകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അടിമകളെങ്ങനെ അങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ആളുകളല്ല. അടിമകളെ അവരുടെ യജമാനന്മാർ വില കൊടുത്ത് വാങ്ങുന്ന ആളുകളാണ്. വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് കൊണ്ട് ഒരു അടിമയ്ക്ക് യജമാനൻ്റെ ഹിതം മാത്രമേ നിവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ, യജമാനെ മാത്രമേ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് അടിമ എന്ന് പറയുമ്പോൾ തൻ്റെ യജമാനെ പ്രസാദിപ്പിക്കണം എന്നാണ്. അപ്പോൾ എപ്പഫ്രാസ് അടിമയായി ജീവിച്ചു, ദാസനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് ഉപദേശമായിരിക്കുന്നു നാം കർത്താവിൻ്റെ അടിമകളായി ജീവിക്കണം, ആ രീതിയിൽ കർത്താവിൻ്റെ അങ്ങനെ ശുശ്രൂഷ നമ്മൾ ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായിട്ടുള്ള അവകാശവാദങ്ങളും ഒന്നും പറഞ്ഞ് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അതിന് അടിമ എന്നുള്ളത് യജമാനെ പ്രസാദിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവനുള്ളൂ. ഗലാത്യർ ലേഖനം 1:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാം. നമുക്ക് ഈ വാക്യത്തെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ ദാസനായിരിക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കുന്നു? മനുഷ്യരെ പൗലോസിന് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. ദൈവത്തെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദൈവത്തെയോ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? അങ്ങനെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇല്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ മനുഷ്യരെ പ്രസാദിക്കുമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ ദാസനായിരിക്കുകയില്ല എന്ന്. അപ്പോൾ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ ക്രിസ്തുവിനെ ദാസനായിരിക്കുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനെ ദാസനായിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം. ക്രിസ്തുവിന് എന്തൊക്കെ ക്രിസ്തുവിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, ക്രിസ്തുവിന് എന്താണ് നമ്മിൽ നിന്ന് ആവശ്യമെന്നുള്ളത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൻ്റെ അടിമയായി ജീവിച്ച ഒരു ദാസനാണ് എപ്പഫ്രാസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മനുഷ്യർക്ക് ദാസനായിരിക്കുന്നതും കർത്താവിന് ദാസനായിരിക്കുന്നത് ഒരുമിച്ച് പോകുകയില്ല. രണ്ട് യജമാനന്മാരെ സേവിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാം നമ്മെക്കുറിച്ച് ഓർക്കണം. നാം കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വലിയ വിലയാണ് കർത്താവ് നമുക്ക് വേണ്ടി നൽകി ആ രീതിയിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ ദാസന്മാരായി
ദാസികളായി ജീവിക്കുവാനേ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ വലിയ വില കൊടുത്ത് നമ്മെ വാങ്ങി നിലനിർത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്തു എന്ത് ഉത്തരവാദിത്വം നൽകുന്നുവോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഈ എപ്പഫ്രാസിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം നൽകിയ, കർത്താവ് നൽകിയ ഉത്തരവാദിത്വം കൊലോസ്യ സഭയിൽ പ്രവർത്തിക്കുക, കൊലോസ്യ സഭയെ വളർത്തുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് നൽകിയത്. ആ രീതിയിൽ ക്രിസ്തുവിൻ്റെ ദാസനായി പ്രവർത്തിച്ച എപ്പഫ്രാസ് കർത്താവ് അവനെ ഏൽപ്പിച്ചതനുസരിച്ച് കൊലോസ്യ സഭയിൽ ഉത്തരവാദിത്വങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അതാണ് അപ്പോൾ നമുക്ക് കൊലോസ്യർക്ക് ലേഖനം 1:8 നമ്മൾ വായിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട ശുശ്രൂഷകൻ എന്നാണ് പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് കമൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി അവൻ ക്രിസ്തുവിൻ്റെ അവൻ്റെ വിശ്വസ ശുശ്രൂഷനായിരിക്കും. അവൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷനായിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ തൻ്റെ പ്രവൃത്തികൾ അവൻ ചെയ്തു പോകുന്നത് കൊലോസ്യ സഭയിലാണ്. കൊലോസ്യ സഭയിൽ അധ്വാനിക്കുന്നു എന്ന് പൗലോസ് അവനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ അടിമ എന്ന നിലയിൽ, ദാസൻ എന്ന നിലയിൽ എപ്പഫ്രാസ് തൻ്റെ വേല അങ്ങനെ കൊലോസ്യ സഭയിൽ അവർ നിവർത്തിച്ചു പോരുന്നു കാണുവാനായിട്ട് കഴിയും. കൊലോസ്യ സ്ഥാപിക്കുവാൻ, അത് വളർത്തുവാൻ ഒക്കെ വളരെ അധ്വാനിച്ച് പ്രവർത്തിച്ചതായിട്ടാണ് അവനെ കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ തൻ്റെ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ട് അങ്ങനെ സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ദൈവദാസനായിട്ട് അവനെ കാണുവാനായിട്ട് കഴിയും. ദാസവേല ചെയ്തു എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ അവൻ സ്വന്തം ഗുണം നോക്കിയില്ല എന്നുള്ള കാര്യവും നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് അത് തന്നെയാണ് ആഗ്രഹിച്ചത്. പൗലോസ് അത് തന്നെയാണ് പറഞ്ഞത്. കർത്താവ് തന്നെയാണ് ആഗ്രഹിച്ചത്. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരെ ഗുണം നോക്കുക എന്ന് പൗലോസ് ഫിലിപ്പിയർ 2:4 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കൊലോസ്യ സഭയിൽ തൻ്റെ സഹവിശ്വാസികളെ പഠിപ്പിച്ച് അവരോടൊപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ എല്ലാ വിധത്തിലും അവനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരെ കരുതി അങ്ങനെ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒരു ദാസനായി എപ്പഫ്രാസ് പ്രവർത്തിച്ചു. ക്രിസ്തുവിന് വേണ്ടി അവൻ പ്രവർത്തിച്ചു. അവന് ക്രിസ്തുവിന് വേണ്ടി കൊലോസ്യ സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ക്രിസ്തു നൽകിയ ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ട് അവൻ പ്രവർത്തിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അവനെക്കുറിച്ച് കൊലോസ്യർ 1:6 നാം വായിക്കുന്നത്, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളിടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്നാണ്. അപ്പോൾ എന്താണ്? അവർ ദൈവകൃപയെ കേട്ടറിഞ്ഞ നാൾ മുതൽ, ദൈവകൃപയെക്കുറിച്ച് അവർ കേട്ടത് ഈ എപ്പഫ്രാസിൽ നിന്നാണ്. അവർ കേട്ടറിഞ്ഞ നാൾ മുതൽ തന്നെ അവർ നിങ്ങളിടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നതാണ്. കൊലോസ്യ സർവ്വലോകത്തിലും, അവരുടെ ഇടയിൽ മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ, അവരെക്കുറിച്ചുള്ള അറിവ്, അവർ ഫലം കായ്ക്കുന്നത് പുറത്തും സർവ്വലോകത്തിലും ഫലം കായ്ച്ച സഭയാക്കി മാറ്റുവാനായിട്ട്, സർവ്വലോകത്തിലും ഫലം കായ്പിക്കുന്ന ഒരു സഭയായിട്ട് മാറ്റുവാൻ എപ്പഫ്രാസിന് അങ്ങനെ കഴിഞ്ഞു. ആ രീതിയിലാണ് എപ്പഫ്രാസ് സഭയിൽ പ്രവർത്തിച്ചു എന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസനായി അവൻ ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും, നാം കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദാസന്മാരല്ലേ, ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ലേ. നമുക്ക് ക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസന്മാരായി അടിമകളായി കർത്താവിനെ പ്രസാദിപ്പിച്ച് ഏക ലക്ഷ്യം, ഞാൻ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുകയുള്ളൂ, മനുഷ്യരെ പ്രസാദിപ്പിക്കുകയില്ല എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്, അവൻ പ്രാർത്ഥനയിൽ പോരാടി എന്നാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. അവൻ നമ്മളിങ്ങനെ വായിച്ച് നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്നാണ്. പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു എന്നാണ്.
എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു എന്നുള്ളതാണ് എപ്പഫ്രാസിൻ്റെ രണ്ടാമത്തെ ഗുണം. അങ്ങനെ അതാണ് നമുക്ക് അവൻ നൽകുന്ന മാതൃക, പ്രാർത്ഥനയിൽ പോരാടണം എന്നുള്ളതാണ്. ഇന്ന് പോരാട്ടങ്ങൾ, പലവിധ പോരാട്ടങ്ങളുമുണ്ട്. ജഡപരമായിട്ട് ജഡത്തിൽ ജീവിക്കുന്നവർക്ക് പോരാട്ടങ്ങളുണ്ട്. ആത്മീയ തലത്തിലും പോരാട്ടങ്ങളുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ തലത്തിലാണ് അവരുടെ പോരാട്ടങ്ങളുള്ളത്. വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം എന്ന് 1 തിമോത്തി 4:12 പൗലോസ് പറയുന്നുണ്ട്. വിശ്വാസികൾ നല്ല പോർ പൊരുതണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചീത്ത പോർ പൊരുതാനായിട്ട് വിശ്വാസികൾക്ക് ഒരു അനുവാദവുമില്ല, ഉപദേശവുമില്ല, ബൈബിൾ പറയുന്നതുമില്ല. അതുകൊണ്ട് വിശ്വാസികൾ നല്ല പോർ പൊരുതണം എന്ന് പൗലോസ് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. നല്ല പോർ പൊരുതണം എന്നുള്ള നമ്മുടെ ദൈവമക്കളുടെ വിശ്വാസികളുടെ പോരാട്ടത്തെക്കുറിച്ച് 2-4 പോയിന്റുകൾ ഞാനിങ്ങനെ പറയാം. ഒന്ന്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാടണം എന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:27 അത് കാണാം. ഫിലിപ്പിയർ 1:27 വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെയുള്ള പോരാട്ടം. സുവിശേഷം പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. സുവിശേഷം പറഞ്ഞ് അത് വിശ്വസിക്കണം എന്ന നിലയിൽ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വലിയ പോരാട്ടമാണ്. അതുകൊണ്ട് മനുഷ്യർ സുവിശേഷം സ്വീകരിക്കത്തക്ക രീതിയിൽ ആ സുവിശേഷത്തിന് വേണ്ടി അതിൻ്റെ വിശ്വാസം മനുഷ്യരിൽ എത്തിപ്പെടേണ്ടതിന് വേണ്ടി നാം പോരാടണമെന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അങ്ങനെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാടം കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് കഷ്ടങ്ങളാലുള്ള പോരാട്ടമുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങളാൽ വലിയ പോരാട്ടം കഴിച്ച കാലം ഓർത്തുകൊള്ളുവീൻ എന്ന നിലയിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10:33 നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കഷ്ടങ്ങളാലുള്ള പോരാട്ടം നമുക്കുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോൾ അതിനോട് എതിർത്ത് അതിൽ നിന്ന് വിജയം നേടുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് കഷ്ടങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളത്, ദൈവത്തെ അനുസരിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ളത് വലിയ പോരാട്ടമാണ്. കഷ്ടങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ പോരാടി ജയിക്കുക. കഷ്ടങ്ങളാലുള്ള പോരാട്ടം ദൈവമക്കൾക്കുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്നിവയോടുള്ള പോരാട്ടം നമുക്കുണ്ട്. അതാണ് എഫേസ്യരുടെ ലേഖനം 6:12 നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളൊക്കെ നമുക്കെതിരായിട്ട് പോരാടുമ്പോൾ അവയ്ക്കെതിരായി പോരാടി ജയിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു പോരാട്ടമായിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ കേട്ട കാര്യം. അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ളതാണ്. എപ്പഫ്രാസ് പ്രാർത്ഥനയിലാണ് പോരാടുന്നത്. ഇങ്ങനെ മനുഷ്യരുടെ മുമ്പിലോ കഷ്ടങ്ങൾ ആ രീതിയിലുള്ള പോരാട്ടങ്ങളല്ല. കഷ്ടങ്ങൾ പിന്നെ പൈശാചിക ശക്തികളോട് അല്ലെങ്കിൽ മറ്റ് അവിശ്വാസികളോടുള്ള പോരാട്ടമല്ല നടത്തുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നാണ്. പ്രാർത്ഥനയിലുള്ള പോരാട്ടം ആരോടാണ് പ്രാർത്ഥനയിൽ പോരാടുന്നത്? അല്ലേ, നമുക്ക് പ്രാർത്ഥനയിൽ ആരോടെ പോരാടുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് എവർക്കും അറിയാം. പ്രാർത്ഥനയിലാണ് നമ്മൾ പോരാടുന്നുള്ള കാര്യം ഓർക്കണം. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടി എന്നാണ്. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയതിന് ശേഷം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിൽ പോരാടിയ ഒരു പഴയ നിയമത്തിലെ മനുഷ്യനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി അതിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അത് മനസ്സിലാക്കാനായിട്ട് ഉൽപ്പത്തി പുസ്തകം 31-32 അധ്യായങ്ങളാണ് നമുക്ക് വിവരണം നൽകുന്നത്. അത് യാക്കോവിൻ്റെ ജീവിതത്തിലെ ഒരു 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 അനുഭവമാണ്. യാക്കോവിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകം 31-32 അധ്യായങ്ങളാണ്. യാക്കോബ് തൻ്റെ സഹോദരനായ യേശാവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കി 2 തവണ യേശാവിനെ പരാജയപ്പെടുത്തി എന്ന് നമുക്കറിയാം. ആ പ്രശ്നം മുഖാന്തരം അവന് യാക്കോബിന് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. വീട്ടിൽ നിൽക്കാതെ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവരമ്മ ഒരു ക്രമീകരണം ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, കാരാനിൽ പാർക്കുന്ന യാക്കോബിൻ്റെ അമ്മയുടെ സഹോദരൻ ലാബാൻ്റെ അടുക്കലേക്ക് ചേർന്ന് പാർക്കുവാനായിട്ട് പറഞ്ഞു വിടുന്നതായിട്ട് കാണാം. അങ്ങനെ ഹാരാനിൽ ലാബാൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അവൻ സേവിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 7 വർഷം ലാബാൻ്റെ മൂത്ത മകളായ ലേയ്ക്ക് വേണ്ടിയും 7 വർഷം ഇളയ മകളായ റാഗേലിന് വേണ്ടിയും 6 വർഷം ആട്ടും കൂട്ടത്തിന് വേണ്ടി ലാബാനെ സേവിച്ചു എന്ന് കാണാം. അങ്ങനെ മൊത്തം 20 വർഷം അവിടെ സേവിച്ചതായിട്ട് നമുക്ക് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ സേവനത്തിനിടയിൽ ഒരു 10 പ്രാവശ്യം എങ്കിലും യാക്കോവിൻ്റെ പ്രതിഫലം അങ്ങനെ ലാബാൻ മാറ്റുകയാണ്. ലാബാൻ യാക്കോവിന് കൊടുക്കുന്ന പ്രതിഫലങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നു. ആ രീതിയിലെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൊടുക്കുന്ന പ്രതിഫലത്തെ മാറ്റി വേറെ പ്രതിഫലം കൊടുക്കുകയാണ്. അങ്ങനെ 10 പ്രാവശ്യം അങ്ങനെ മാറ്റി. അങ്ങനെ ആ രീതിയിൽ 20 വർഷം അങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസരത്തിൽ ലാബാൻ്റെ മക്കൾ പറഞ്ഞു, ലാബാൻ്റെ സ്വത്തുക്കളും എല്ലാ കാര്യങ്ങളും യാക്കോബ് അപഹരിച്ചെടുത്തു എന്ന് ഇവനെതിരായിട്ട് അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച ലാബാൻ ഇവന് എതിരായിട്ട്, അതായത് യാക്കോബിനെതിരായിട്ട് അവൻ്റെ മുഖഭാവം മാറി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മുഖഭാവം മാറി ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്റ്റേജിൽ ലാബാൻ ഇങ്ങനെ ആയിത്തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ആ രീതിയിൽ അങ്ങനെ ആ പ്രശ്നങ്ങൾ അവർക്ക് വരും എന്നതിലായപ്പോൾ യഹോവ അവനോട് യാക്കോബിന് ഇടപെട്ട് പറഞ്ഞു, നീ തിരിച്ച് മടങ്ങിപ്പോ, നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോ, നിൻ്റെ അപ്പൻ ഉള്ള ആ നാട്ടിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് അങ്ങനെ പറഞ്ഞു വിടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പറഞ്ഞപ്പോഴത് അവനവിടെ നിന്ന് വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. മടങ്ങി അവന് വരുന്ന അവസരത്തിൽ ലാബാൻ തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു അടിയന്തര ശുശ്രൂഷയിൽ അവനായിരിക്കുന്ന അവസരത്തിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു വരികയാണ്. അവനുള്ളതൊക്കെയും അവൻ സമ്പാദിച്ചതൊക്കെയും അവൻ്റെ ആളുകളെയൊക്കെയും എല്ലാം ചേർത്താണ് അവൻ അവിടെ നിന്ന് മടങ്ങി വരുന്നത്. ആ രീതിയിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു. ഇത് രോമം കത്തിരിക്കുന്ന അടിയന്തരവ് കഴിഞ്ഞ് ലാബാൻ മടങ്ങി വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഈ യാക്കോബിനെ ലാബാൻ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്തുടർന്ന് വന്നതിന് ശേഷം അവർ ഒരു സ്ഥലത്ത് വെച്ച് അവരിങ്ങനെ അവരിങ്ങനെ കണ്ടുമുട്ടുന്നതായി കാണാനായിട്ട് കഴിയും. അങ്ങനെ യാക്കോബിനെ ഉപദ്രവിക്കരുത് എന്ന നിലയിൽ ദൈവം സ്വപ്നത്തിൽ ലാബാനെ പറഞ്ഞ് അവനെ വിലക്കിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആ രീതിയിൽ ദൈവം വിലക്കിയത് കൊണ്ട് ഉപദ്രവിക്കുക എന്ന രീതിയിലുള്ള തീരുമാനം വിട്ട് അവർ സ്നേഹം എന്ന നിലയിൽ ആയിത്തീരുവാനായിട്ട് ലാബാൻ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് അവരിങ്ങനെ ഉടമ്പടി ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിരിയുന്നു എന്ന് അനേക കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ചരിത്രത്തിനിടയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാനിങ്ങനെ ഇൻസിഡൻറ്റ് നമ്മുടെ സംഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ചുരുക്കമായി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവവിശ്വാസം വിടാത്തവനായ യാക്കോബിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു. അവനെ തുടരുത് എന്ന് ലാബാനെ വിലക്കി.
അങ്ങനെ ഉപദ്രവിക്കുന്നതിൽ ഒഴിവാക്കിയതേയും വിടുന്നതായി കാണുവാനായിട്ട് കഴിയും. അവന് വരുന്ന ആ അവസരത്തിൽ അവൻ പറഞ്ഞ ഒരു പ്രസ്താവന വളരെ വിലപ്പെട്ടതാണ്. അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ വെറുതെ അയച്ചു കളയുമായിരുന്നു എന്ന് യാക്കോബ് അങ്ങനെ ലാബാനോട് പറയുന്നത് നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ എന്നെ വെറുതെ അയക്കുമായിരുന്നു എന്ന് അവൻ പറയുന്നതാണ് കാണുക. ദൈവമുണ്ട്, ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ധീരമായിരിക്കുന്ന ഉറപ്പ് അങ്ങനെ യാക്കോബിനുണ്ടായിരുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 31-42 വാക്യത്തിൽ കാണുവാൻ കഴിയും. ആ രീതിയിൽ ഇവർ സന്ധി ചെയ്ത് അങ്ങനെ പിരിഞ്ഞതിന് ശേഷം അവർ യാക്കോബിൻ്റെ യാത്ര പിന്നെ തുടരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. യാക്കോബ് ഏതോ നാടായ സേയൂർ ദേശത്ത് യേശാവിൻ്റെ അടുക്കൽ അങ്ങനെ പോകുവാൻ, യേശാവും ഇസഹാക്കും ഒക്കെ ഒരുമിച്ച് അവിടെയൊക്കെയാണ്, അങ്ങനെ യേശാവിൻ്റെ അടുക്കലേക്ക് പോകുവാനായിട്ടുള്ള തീരുമാനത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അപ്പോൾ യേശാവിനെ 2 പ്രാവശ്യം വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശാവ് കണ്ടാൽ ശരിയാക്കും എന്ന് അവന് ഉള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് അവൻ ദൂതന്മാരെ അയച്ചു, യേശാവിൻ്റെ അടുക്കലെ ദൂതന്മാരെ അയച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ദൂതന്മാർ വന്ന് പറഞ്ഞു, യേശാവ് 400 ആളുകളുമായിട്ട് അങ്ങനെ കാണുവാനായിട്ട് വരികയാണെന്ന് പറഞ്ഞു. അവൻ യാക്കോബ് ചിന്തിച്ചത് കൊല്ലുവാനായിട്ട് എന്നെ ശരിയാക്കാനായിട്ട് തന്നെയാണ് യേശാവ് വരുന്നതെന്ന് ചിന്തിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ അവസരത്തിൽ യാക്കോബ് തനിക്കുള്ളതിനൊക്കെ ആറ്റിനക്കരെ കടത്തിയതിന് ശേഷം അവൻ മാത്രം അങ്ങനെ തനിയെ പാർക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ ഈ അവസരത്തിലാണ് നാം ഈ നമ്മുടെ പ്രസംഗ വിഷയത്തിൻ്റെ 2ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു പുരുഷൻ ഇവനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന അവസരം, അതിന് 32-24 നമ്മൾ വായിച്ചാൽ നാം കാണുന്നത്, അപ്പോൾ ഒരു പുരുഷൻ ഉസസാകുവോളം യാക്കോബിനോട് മല്ലു പിടിച്ചു എന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ ഉസസാകുവോളം യാക്കോബിനോട് മല്ലു പിടിച്ചു. ഒരു പുരുഷൻ യാക്കോബിനോട് അങ്ങനെ യുദ്ധം ചെയ്യാണ്, യാക്കോബിനോട് യുദ്ധം ചെയ്യുന്നു, ഒരു പുരുഷൻ യുദ്ധം ചെയ്യുന്നു എഴുതിയിരിക്കുന്നു. ഈ മല്ലുപിടുത്തം ആരംഭിച്ചത് യാക്കോബാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ്, ഒരു പുരുഷൻ എന്ന നിലയിൽ അവനെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. യാക്കോബാണ് മല്ലുപിടുത്തം ആരംഭിച്ചത്, മല്ലു പിടിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ മല്ലുപിടുത്തത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജയിക്കയില്ല. യാക്കോബിൻ്റെ കൂടെ മല്ലുപിടുത്തത്തിൽ അവൻ ജയിക്കയില്ല എന്ന് പുരുഷന് ബോധ്യമായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവന് ജയിക്കയില്ല എന്ന് കണ്ട ഉടനെ അവൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു, തുടയുടെ തടം ഉളുക്കിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു, തുടയുടെ തടം ഉളുക്കിപ്പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. അല്ല 32-25 നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ രീതിയിൽ തുടയുടെ തടം തൊട്ടതിന് ശേഷവും യാക്കോബ് വിടാതെ അങ്ങനെ മല്ലു പിടിക്കുകയാണ്. അതുകൊണ്ട് ആ പുരുഷൻ പറഞ്ഞു, എന്നെ വിടുക, ഉസസ് ഉദിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ വിട്, നേരം വെളുത്തു, ഉസസ് ഉദിക്കുകയാണെന്ന് ആ പുരുഷൻ പറഞ്ഞു. എന്നാൽ അവന് വിടാത്ത രീതിയിൽ യാക്കോബ് ആ പുരുഷനുമായിട്ട് അങ്ങനെ മല്ലു പിടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. പിന്നെ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു എന്നാണ്. ആ പുരുഷൻ യാക്കോബോട് പറഞ്ഞു, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ലു പിടിച്ച് ജയിച്ചു, അതുകൊണ്ട് നിൻ്റെ പേരിനി യാക്കോബ് എന്ന് വിളിക്കുകയില്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. നമ്മളിവിടെ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാം. ഈ മനുഷ്യരോടും ദൈവത്തോടും എന്ന് പറയുമ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് യേശാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ദൈവത്തോട് എന്ന് പറയുമ്പോൾ ദൈവമാണ്. അപ്പോൾ ഈ പുരുഷനായിട്ടുള്ള വന്ന് യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തോട് നീ മല്ലു പിടിച്ചു. ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിയോഫനിയെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾക്കറിയാം.
അങ്ങനെ കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും ദൈവത്തോട് നീ മല്ല് പിടിച്ചു ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇതിൽ ഇതിൽ നിന്ന് വ്യക്തമാണ് അവൻ മല്ല് പിടിച്ച പുരുഷൻ എന്ന് പറഞ്ഞത് ദൈവത്തോട് അവൻ മല്ല് പിടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. മല്ലുപിടുത്തം കഴിഞ്ഞ് അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ഈ മല്ല് പിടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ നോക്കിയാൽ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടുകയില്ല. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഹോശേയ പ്രവാചകനാണ്. ഹോശേയ പ്രവാചകനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹോശേയ പ്രവാചകൻ 12:3 നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാം. ഞാനത് വായിക്കാം. പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി എന്ന് അവനെക്കുറിച്ച് പറയുന്നു. ഹോശേയ പ്രവാചകൻ 12:3 പുരുഷപ്രായത്തിൽ നീ ദൈവത്തോട് പൊരുതി. ആര് പൊരുതി എന്ന് പറഞ്ഞാൽ യാക്കോബ് പൊരുതി. പുരുഷപ്രായത്തിൽ നീ പൊരുതി. അപ്പോൾ അങ്ങനെ ദൈവത്തോട് പൊരുതി എന്ന് ഹോശേയ പ്രവാചകൻ അങ്ങനെ പറയുന്നു. ഈ പൊരുതി എന്നതിൻ്റെ ഇവിടെയും പൊരുതി എന്നാണ് പറഞ്ഞത്. മല്ല് പിടിച്ചു എന്നുള്ളതിൻ്റെ വേറൊരു വാക്കായിട്ടാണ് പൊരുതി എന്ന് ഹോശേയ പ്രവാചകൻ പറയുന്നത്. അതിൻ്റെ വിശദീകരണം ഹോശേയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 13:4 പറയുന്നുണ്ട്. 13:4 പറയുന്നത് അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു എന്നാണ്. കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ പൊരുതി 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 എന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഉഷസ് ഉദിക്കുവോളം രാത്രി അങ്ങനെ പോരാട്ടം തുടങ്ങി. ദൈവത്തോടുള്ള പോരാട്ടം. അവൻ്റെ ആളുകളെല്ലാം അങ്ങനെ പുഴ കടത്തിയതിന് ശേഷം ദൈവത്തോട് പോരാടി തുടങ്ങി. രാത്രി മുഴുവനുമായി പോരാടി. ഉഷസ് ഉദിക്കുന്നവരെയും പോരാടി. ഉഷസ് ഉദിക്കുന്നത് വരെയും അവൻ ദൈവത്തോട് പോരാടിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തോട് പോരാടി അവൻ കരഞ്ഞ് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. കരഞ്ഞപേക്ഷിക്കുന്നതാണ് ദൈവത്തോട് പോരാടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് പോരാട്ടം എന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുന്നത് പോരാട്ടം എന്ന് പറയുന്നത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെയാണ്. നീണ്ട നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെയാണ് പോരാട്ടം എന്ന് പറയുന്നത്. അത് രാത്രി മുഴുവനായി പ്രാർത്ഥിക്കാം. ആ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്ന നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാണ് പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഞാനിപ്പോൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തത്. പോരാടുക എന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നീണ്ട നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പോരാടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എപ്പഫ്രാസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ണുനീരോടുകൂടെ സഭയ്ക്ക് വേണ്ടി, സഭാജനത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു എന്നുള്ള. ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി അവൻ പോരാടുന്നു. നിങ്ങൾക്ക് വേണ്ടി, ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി അവൻ പോരാടുകയാണ് എന്നാണ് നമുക്ക് എപ്പഫ്രാസിനോട് കാണുവാൻ വെച്ചിട്ട് കഴിയുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, എപ്പഫ്രാസിൻ്റെ സഭയ്ക്ക് വേണ്ടി അവൻ പോരാടുന്നതായി കാണുവാൻ കഴിയും. പ്രേയിങ് അഗണി, വേദനപ്പെട്ട് അതിന് വേദനയോടുകൂടെ നീണ്ട നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്പഫ്രാസ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ പുറമേ ഉള്ള സർഫേസിലുള്ള പ്രാർത്ഥനയുള്ള അവൻ്റെ ഹൃദയത്തെ തൊടുന്ന, അവൻ്റെ ആത്മാവിനെ തൊടുന്ന, അവൻ്റെ ശരീരത്തെ സ്പർശിക്കുന്ന ആ രീതിയിൽ അവൻ മൊത്തമായി അവനെ അപകരിച്ചുകൊണ്ടുള്ള, അതിൻ്റെ കൺട്രോൾ വിട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കണ്ണുനീർ ഒഴുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുന്നത്. അത് അങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ അവൻ എത്തിച്ചത്. മനസ്സും വികാരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഹൃദയം തുളുമ്പുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അവൻ പ്രാർത്ഥിച്ചു പോന്നു. എപ്പോഴും പോരാടുന്നു എന്നാണ്. പിന്നെ അവനെക്കുറിച്ച് പറഞ്ഞ് എപ്പോഴും പോരാടുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന എപ്പോഴും ചെയ്യുന്നു എന്നാണ്. അവന് അവസരം
അവസരങ്ങൾ എങ്ങനെ എപ്പോൾ കിട്ടുന്നു, എപ്പോഴും അങ്ങനെ പോരാടുന്ന, നിങ്ങൾക്ക് വേണ്ടി അവൻ എപ്പോഴും പോരാടുന്നു എന്ന്. ആ രീതിയിൽ അവൻ്റെ ഒരു സെക്കൻഡ് ഉദാഹരണം, ഒരു മാതൃകയായിട്ടൊന്ന് പഠിക്കുവാനുള്ളത് പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ള. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയിൽ പോരാടുന്നതിനായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ശിഷ്യന്മാർ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് മലയിലേക്ക് കയറി. സന്ധ്യയായപ്പോൾ മലയിലേക്ക് കയറിയതിനു ശേഷം രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ കഴിച്ചുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6:12 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ രാത്രി മുഴുവനായി പ്രാർത്ഥനയിൽ കഴിച്ചു. നേരം എടുത്ത് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെയൊക്കെ വിളിച്ചതിന് ശേഷം 12 പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്കാണ് കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെന്ന് പേരിട്ടത്. അങ്ങനെ അപ്പോസ്തലന്മാർ നിയമിക്കുന്നതിന് മുമ്പ് കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ പോരാടിയതായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ? ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ 3 മണിക്കൂറിലെങ്കിലും കുറയാത്ത പ്രാർത്ഥന കർത്താവ് നടത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ അപേക്ഷിച്ചു എന്നാണ് എബ്രായ ലേഖനകാരനെ കുറിച്ച്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു, ഉത്തരം ലഭിച്ചു എന്നാണ്. അങ്ങനെ കർത്താവിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, ഉറച്ച നിലവിളിയുടെ മുമ്പിൽ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ആ രീതിയിൽ കർത്താവ് അങ്ങനെ കുരിശുമായിട്ട് തൻ്റെ ദൗത്യം നിവർത്തിക്കുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, താൻ ഏറ്റെടുത്ത് വന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് അങ്ങനെ കാൽവരിയിലേക്ക് അങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പ്രാർത്ഥനയിൽ പോരാടി അങ്ങനെ ശക്തിയിൽ ആ രീതിയിൽ കർത്താവ് യാത്ര ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥന അങ്ങനെ അത് ഹൃദയത്തെ തൊടാത്ത ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു, മനസ്സിനെ തൊടാത്ത ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കുരിശ് ചുമക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരെന്ത് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വിഷയത്തിൽ നാം എത്രത്തോളം ആഴമായ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു, നമ്മുടെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യുന്നുണ്ടോ, നമ്മുടെ മനസ്സിനെ അത് കീഴടക്കുന്നുണ്ടോ, നമ്മുടെ ബുദ്ധിയെ അത് കീഴടക്കുന്നുണ്ടോ, അതനുസരിച്ച് മാത്രമേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളൂ, നമുക്ക് കണ്ണുനീർ വരികയുള്ളൂ. കണ്ണുനീരോടുള്ള പോരാട്ടമാണ് പ്രാർത്ഥനയിൽ ഉള്ള പോരാട്ടം എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഞാൻ സ്കോട്ട്ലൻഡിലെ റിഫോമർ, ആദ്യത്തെ റിഫോമറായിരുന്ന റിഫോമർ അല്ലെങ്കിൽ നവീകരണ നായകനായ ജോൺ നോക്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. പ്രാർത്ഥനയിൽ പോരാടുന്നതിനായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിൽ പോരാടി അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയാണ്, ലോർഡ് ഗീവ് മീ സ്കോട്ട്ലൻഡ് ആർ ഐ ഡൈ. എനിക്ക് സ്കോട്ട്ലൻഡിനെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർത്തനായിരുന്നുവെന്ന് ജോൺ നോക്സിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് മേരി ക്വീനും പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഫിയർ ദ പ്രേയേഴ്സ് ഓഫ് ജോൺ നോക്സ് മോർ ദാൻ ഓൾ ദി അസംബിൾഡ് ആർമീസ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ എല്ലാ പട്ടാളത്തെയും ഒരുമിച്ച് കൂട്ടുന്നതിലും അധികം ഞാൻ ജോൺ നോക്സിൻ്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു എന്ന് ക്വീൻ മേരി പറഞ്ഞു എന്നാണ്. യൂറോപ്പിലെ എല്ലാ പട്ടാളക്കാരെയും കൂട്ടുന്നതിലധികമായി ഞാൻ ഈ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിരുന്നു. കൊലോസ്യർക്ക് ലേഖനം 1:9-10, എഫേസ്യർ 1:16-19 വാക്യങ്ങൾ വായിച്ചാൽ ആ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പൗലോസ് പ്രാർത്ഥനയിൽ പോരാടണം എന്ന നിലയിൽ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15:31 പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നിങ്ങളൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ പറയാം. പൗലോസ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ അവാർഡുകൾ വാങ്ങാനായിട്ട് നിൽക്കുന്ന അവസരത്തിൽ പൗലോസിനോട്
നിനക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ പറയും, ഒരുപക്ഷെ പൗലോസ് പറയും, കർത്താവേ, ഞാൻ തിമോത്തിയോസിന് എഴുതിയപ്പോൾ 2 തിമോത്തി 4:7-8 എഴുതിയപ്പോൾ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതിയുടെ കിരീടം കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ടെന്ന് ഒരുപക്ഷെ പൗലോസ് പറയുമായിരിക്കും. എന്താണ് ഈ പോരാട്ടം? ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞ ആ പോരിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ മാറ്റണം. അവൻ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പൗലോസിന് അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറയുവാനുള്ള ധൈര്യം ഉണ്ടാവും. നമുക്കങ്ങനെയുള്ള ധൈര്യങ്ങൾ ഉണ്ടാകട്ടെ. അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. പ്രാർത്ഥനയിൽ പോരാടുന്നവരായിട്ട് എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നവനായിരുന്നു. ആ രീതിയിൽ അവൻ മാതൃകയായിരുന്നു. ആ മാതൃക നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു മാതൃകയാണ്. 2 മാതൃകകൾ ഞാൻ പറഞ്ഞു. ഇനി ചുരുക്കമായി 3ാമത്തെ മാതൃക കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അവൻ 3ാമത്തേത് നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു എന്നാണ്. ഹി ഹാഡ് ഗ്രേറ്റ് സീൽ ഫോർ ചർച്ചസ്. സഭകൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെടുന്നവനായിരുന്നു എന്ന് കാണാനായിട്ട്. ലേബർ ഏണസ്റ്റ്ലി അല്ലെങ്കിൽ ലേബർ ഫെർവൻ്റ്ലി എന്നൊക്കെ വിവിധ ഇംഗ്ലീഷ് ബൈബിളുകളിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് അവൻ കഠിനമായി അധ്വാനിച്ചു എന്ന് മാത്രമാണ്. ബൈബിളിൽ POC ബൈബിളിൽ പറഞ്ഞ് കഠിനമായി അധ്വാനിച്ചു എന്ന് തന്നെയാണ്. കൊലോസ്യർ എഴുതാൻ 4:13 നിങ്ങൾക്ക് ലവോദിക്യർക്കാർക്കും ഹിയറപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി എന്നാണ്. അവന് നിങ്ങൾക്കും ലഹൂദിക്കക്കാർക്കും ഹിയറപ്പൊലിക്കാർക്കും വേണ്ടി വളരെ പ്രയാസപ്പെടുന്നു എന്നാണ്. പൗലോസ് അവൻ്റെ കഠിനമായിരിക്കുന്ന അധ്വാനത്തെ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് ഇത് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അവന് ആ രീതിയിൽ പ്രവർത്തിച്ചു. നിങ്ങൾക്ക് വേണ്ടി ലഹൂദിക്കർക്ക് വേണ്ടി ഹിയറപ്പൊലിക്കാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥനയിൽ അവനങ്ങനെ പോരാടി എന്നാണ്. അവൻ്റെ പോരാട്ടം എന്നാൽ പ്രാർത്ഥനയിൽ മാത്രമായിരുന്നില്ല, സഭയ്ക്ക് വേണ്ടിയുള്ള മറ്റ് എല്ലാ കാര്യങ്ങളിലും അവൻ്റെ പോരാട്ടം ചെന്നിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രയാസപ്പെട്ട് അവൻ അധ്വാനിച്ചു. ഗ്രേറ്റ് സീൽ ഉണ്ടായിരുന്നു. അവൻ വളരെ അധ്വാനിച്ച് പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ ഗ്രീക്കിൽ ഈ പോരാട്ടം എന്നുള്ളതിന് ഹോപ്പിയോയോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹോപ്പിയായോ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ഗെയിംസിൽ അത്ലറ്റുകൾ മത്സര അവസാനത്തോടടുക്കുമ്പോൾ നടത്തുന്ന കഠിന അധ്വാനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഒളിമ്പിക് ഗെയിംസിൽ നമുക്കറിയാം, ആരായാലും അവസാനം അങ്ങനെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം കഠിനമായി ജയിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് കാണാം. ആ അധ്വാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ പൗലോസിന് വേണ്ടി എപ്പഫ്രാസിന് വേണ്ടി അങ്ങനെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട്. കഠിനമായിട്ട് അധ്വാനിക്കുന്നവനായിരുന്നു. അവൻ്റെ കഠിനമായ അധ്വാനം കൊലോസ്യ സഭയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ചുറ്റുപാടുള്ള സഭകൾക്ക് വേണ്ടിയും. ലൈക്കസ് വേലിയിലുള്ള മറ്റ് 2 സഭകൾ കൂടെയുണ്ട്. ലവോദിക്യ, കീറപ്പൊലി എന്ന് പറയുന്ന 2 സഭകൾ അവിടെയുണ്ട്. അവിടെയും പോയി ഇവൻ അധ്വാനിച്ചു എന്നുള്ളതാണ്. 100 കിലോമീറ്ററൊക്കെ ഇങ്ങനെ അകലെയുള്ള ഈ ചർച്ചുകളിൽ പോയി അധ്വാനിക്കുന്നവനായിരുന്നു. അങ്ങനെ തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന, കഠിനമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായി എപ്പഫ്രാസിനെ ബൈബിൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് അവൻ്റെ അധ്വാനം അങ്ങനെ ചുരുങ്ങി ഒരു സ്ഥലത്ത് നിന്നില്ല, വിശാലമായിരിക്കുന്ന രീതിയിൽ അവൻ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അവന് സഭകളെ അങ്ങനെ പ്രാർത്ഥിച്ചും ഉപദേശിച്ചും അവരൊക്കെ വേണ്ട ആലോചനകളൊക്കെ നൽകിയും വളരെ ഉത്സാഹത്തോടു കൂടെയാണ് അവൻ സഭയെ വളർത്തിയത് എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് ചെയ്യും. അവൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതായിരുന്നു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
ആ ലക്ഷ്യത്തോടു കൂടെ അവൻ അധ്വാനിച്ചു. അവൻ്റെ അധ്വാനത്തെ പ്രശംസിച്ച് പൗലോസ് പറയുന്നുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഈ ഒരു ലക്ഷ്യം തന്നെയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് കൊലോസ്യർക്ക് ലേഖനം 1:28 തൻ്റെ അനുഭവത്തെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ തികഞ്ഞവരായി മറ്റു വിശ്വാസികളെ നിർത്തുക എന്ന ലക്ഷ്യം അവനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ആ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച പ്രിയ ദേവദാസനെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിയും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എബ്രോസിൻ്റെ മാതൃകയിൽ നിന്ന് 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ദാസനായി അവൻ ജീവിച്ചു. പിന്നെ സഭകൾക്ക് വേണ്ടി യേശു ദാസനായി ജീവിച്ചു. പ്രാർത്ഥനയിൽ അവൻ എപ്പോഴും പോരാടി ജീവിച്ചു. പിന്നെ സഭകൾക്ക് വേണ്ടി കഠിനമായി പ്രയാസപ്പെട്ട് അധ്വാനിച്ച് അവൻ ജീവിച്ചു. അവന് ആ രീതിയിൽ അവൻ മാതൃകയായി നമുക്ക് തീർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾക്ക് നമുക്ക് ആശ്വാസം പകരുവാൻ നമ്മളെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ജീവിക്കുന്നവരായി നമുക്ക് കാണിക്കാം. നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി കർത്താവിനോടുകൂടെ അങ്ങനെ പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കാം. മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നവരായിരിക്കാം. ആ രീതിയിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഈ രീതിയിൽ നിവർത്തിക്കുവാൻ ദാസനായി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അങ്ങനെ നിവർത്തിക്കുന്നവരായി നമുക്കിരിക്കത്തക്കവണ്ണം നമുക്കിടയാകട്ടെ. ഇങ്ങനെയുള്ള നിശ്ചയമായിരിക്കുന്ന ദൃഢനിശ്ചയമുള്ള തീരുമാനത്തോടുകൂടെ നമുക്ക് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഈ കേട്ട വചനങ്ങളാൽ എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ആ രീതിയിൽ ഈ പ്രാർത്ഥനയെ ഈ പ്രസംഗ വിഷയത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും.